ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഷോപ്പ് ക്ലോസ് ചെയ്ത് നാട്ടിൽ പോവാണ്. ആൾ പറഞ്ഞത് ബസ്സിൽ പോകാൻ ട്രെയിനിൽ പോകണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു ട്രെയിനിൽ പോകാതാകുമ്പോൾ വേഗം എത്തും, ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബസ് വരും, കുറച്ചും വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ മനസ്സോടെ ഞാൻ പറഞ്ഞ ഭാഗം കേട്ട് ബസ് കാത്തിരുന്നു. ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂറിൻ്റെ മുകളിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ബസ്സിന് വേണ്ടി നിന്നാണ് ബസ് കിട്ടിയത്. ട്രെയിനിൽ പോകേണ്ട ആദ്യമേ ആൾ പറഞ്ഞ പോലെ ബസ്സിൽ പോകുന്നതൊക്കെയാണ്. ഇപ്പം തന്നെ കോയമ്പത്തൂർ എത്തിയത്. ഞങ്ങൾ ഇപ്പോഴായിരുന്നു ഇറങ്ങിയത്. അവിടെ ആൾക്കാർ നല്ല ദേഷ്യമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ടും അതിനോടൊന്നും മിണ്ടണില്ല, മൈൻഡ് ആക്കുന്നില്ല. എൻ്റെ നല്ല ദേഷ്യം എന്നോട്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഈ ബസ് നാട്ടിലെത്തിയതിന് ശേഷം ഇയാളുടെ വീട്ടിലേക്ക് ബസ് ഉണ്ടോ എന്ന് ഡൗട്ടാണ്. എൻ്റെ ഏരിയക്ക് ബസ് ഉണ്ട്, പക്ഷെ ഇവരുടെ ഏരിയക്ക് ബസ് ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ്. അത് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള അന്നപൂർണ്ണ എന്ന ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് മസാല ദോശ ആയിരുന്നു. മസാല ദോശ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സംഭവം നല്ല വിശപ്പിട്ടുള്ള കാരണം കഴിച്ചു എന്നല്ല, പോയ വെക്കാൻ കൊള്ളില്ല. നമ്മൾ കോയമ്പത്തൂർ ഒരു അന്നപൂർണ്ണ ഉണ്ട്, അവിടുത്തെ അടിപൊളി, അവിടുത്തെ മസാല ദോശ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല ഫേവറേറ്റ് ഹോട്ടലാണ്. അത് വെച്ചിട്ടാണ് ഈ അന്നപൂർണ്ണയിൽ കയറിയത്. ഒരു വക്കയ്ക്ക് കൊള്ളില്ല ഈ സാധനം. കറിയിൽ ഒരു ചമ്മന്തി അങ്ങോട്ട് കേടായിട്ടുണ്ടായിരുന്നു, തക്കാളി ചമ്മന്തി അങ്ങോട്ട് കേടായിട്ടുണ്ടായിരുന്നു. ഒരു ചമ്മന്തി പറഞ്ഞപ്പോൾ ഒരു പുതിയ ചമ്മന്തി ഇട്ടുകൊണ്ട് വന്നു. പിന്നെ ചായയും അതുപോലെ തന്നെ വലിയ ഇതൊന്നുമില്ല. കറി മസാല ദോശ ഒന്നും ചൂടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചാണെങ്കിൽ പിന്നെ സ്റ്റേഷനിൽ എത്തിയ ടൈമിലാണ്, കറക്റ്റ് ടൈമായിരുന്നു. ട്രെയിൻ വന്നു. ട്രെയിൻ വന്ന സന്തോഷമാണ് ഞങ്ങൾ രണ്ടുപേരും മൊത്തം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ കയറി, സീറ്റൊക്കെ കിട്ടി. ഇപ്പോഴും ആളുടെ ടെൻഷൻ ഇനി തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്നതാണ്. കാരണം ഇനി ആൾക്ക് അവിടെ നിന്ന് വണ്ടിയില്ല, ബസ്സില്ല, ബസ് കുറവാണ്. അപ്പോൾ ഇനി എങ്ങനെ പോകുന്നുള്ള ആലോചനയാണ് നിൽക്കുന്നത്. വിളിക്കാനായിട്ട് ഇനി ആരും ഇല്ല അവിടെ നിന്ന് വരാനായിട്ട്. അവർ വേറെ ഇക്കന്മാർക്ക് വേറെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ഒരു 500 രൂപ മുകളിലാകും. അപ്പോൾ അതുപോലെ വെച്ചാൽ നടക്കണം, ഇങ്ങനെ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തി. പിന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ ബസ് ഉണ്ടെന്ന് നോക്കിയോളം പറഞ്ഞു. പിന്നെ ഞാൻ ചങ്ങാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് അവനാണ് ഇത്. അവൻ വരുന്നത് ഞാൻ ഫ്രണ്ടിൽ വരുന്നതാണ്, ഞാൻ പിന്നെ വരുന്ന കരുതിയില്ല. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു. ചായക്കടൊക്കെ നോക്കി കുടിക്കാനായിട്ട്, പക്ഷേ ചായക്കട ഉണ്ടായിരുന്നില്ല, സമയത്ത് അടച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ നേരെ പോയി. അപ്പോൾ ഇനി അടുത്തുള്ള കാണാൻ പോയി ഗൈസ്.